സംസ്ഥാനത്ത് താപനില ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സാധാരണ ദിവസത്തേക്കാൾ 2°C മുതൽ 3°C വരെയാണ് ചൂട് കൂടാൻ സാധ്യത. സംസ്ഥാനത്ത് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ജോലി സമയവും പുനഃക്രമീകരിച്ചു. അതേസമയം വളർത്തുമൃഗങ്ങൾക്കും തണലൊരുക്കണമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. ഇന്നും ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3°C വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു. സംസ്ഥാനത്ത് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ജോലി സമയവും പുനഃക്രമീകരിച്ചു. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ തൊഴിലാളികൾക്ക് വിശ്രമം നൽകണമെന്ന് ലേബർ കമ്മീഷണർ നിർദ്ദേശം നൽകി. രാവിലെ 7-നും വൈകിട്ട് 7-നും ഇടയിൽ 8 മണിക്കൂർ ജോലി സമയമാക്കാനും നിർദ്ദേശമുണ്ട്. മെയ് 10 വരെയാണ് നിയന്ത്രണം. കാട്ടുതീ പടരുന്ന സാഹചര്യത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കൂടാതെ വളർത്തുമൃഗങ്ങൾക്കും തണലൊരുക്കണമെന്ന് മൃഗസംരക്ഷണ വകുപ്പും നിർദ്ദേശം നൽകി. ജനം, തിരുവനന്തപുരം. ടിൻഡു ദാസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ടിൻഡു, സംസ്ഥാനത്തെ താപനില ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ കഴിയുക. നമുക്കറിയാം, ഈ പകൽ സമയം ജോലി ചെയ്യുന്നവരുടെ സമയക്രമമെല്ലാം മാറ്റിയിട്ടുണ്ട്. കൊടും ചൂടിൽ ജോലി ചെയ്യാൻ ഒരിക്കലും അവർക്ക് കഴിയില്ല. സൂര്യാഘാതമേക്കാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. സമയക്രമത്തിൽ പോലും കഴിഞ്ഞ ദിവസം മാനദണ്ഡങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിരുന്നല്ലോ. മറ്റ് മാർഗനിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ടോ? സംസ്ഥാനത്ത് വേനലിന് മുന്നോടിയായി തന്നെ ചൂട് വർദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ളത്. ഏതാണ്ട് 3 വരെ സെൽഷ്യസ് ചൂട് വർദ്ധിക്കാനുള്ള സാധ്യത കാലാവസ്ഥാ കേന്ദ്രം നിർദ്ദേശമായി തന്നെ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള, അതായത് നേരിട്ട് വെയിലേറ്റ് ജോലി ചെയ്യുന്നവരുടെ തൊഴിൽ സമയത്തിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു ഉത്തരവിറക്കിയിരുന്നു. ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് രാവിലത്തെ ഷിഫ്റ്റ് തുടങ്ങി 12 മണി വരെയും 12 മണിക്ക് ശേഷമുള്ളവർക്ക് 4 മണിക്കും ഷിഫ്റ്റ് ആരംഭിക്കണമെന്ന രീതിയിൽ വേണം ജോലി സമയം പുനഃക്രമിക്കേണ്ടതെന്നാണ് നിർദ്ദേശം നൽകിയിരുന്നത്. ഇന്നലെ മുതൽ മെയ് 10 വരെയാണ് ഈ മാർഗനിർദ്ദേശത്തിന്റെ കാലാവധി ഉണ്ടായിരിക്കുക. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് അതീവ ചൂട് തന്നെ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കണ്ണൂരും പുനലൂരുമാണ് ഏറ്റവും കൂടുതൽ ചൂട് സംസ്ഥാനത്ത് അനുഭവപ്പെട്ടത്. ഏതാണ്ട് 34°C വരെ പീക്ക് ടൈമിൽ ചൂട് അനുഭവപ്പെട്ടു എന്നാണ് മുന്നറിയിപ്പുകൾ നൽകുന്നത്. അതോടൊപ്പം തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഈ സൂര്യാഘാതം, സൂര്യതാപം പോലുള്ള ചൂടുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടണമെന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിർജ്ജലീകരണം സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ കാപ്പി, ചായ പോലുള്ള പാനീയങ്ങൾ ഇത്തരത്തിൽ ഈ നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ, അതായത് വെയില് നേരിട്ടേൽക്കുന്ന തൊഴിലാളികൾ ഇത്തരത്തിലുള്ള പാനീയങ്ങൾ പീക്ക് സമയങ്ങളിൽ കഴിക്കരുത് എന്നും ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. എന്തായാലും വേനലിന് മുന്നോടിയായിട്ട് തന്നെ സംസ്ഥാനത്ത് വലിയ രീതിയിൽ ചൂട് അനുഭവപ്പെടുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ലേഖിക. ശരി.